ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഡ്ഡലി മാവ് ദോശമാവ് ഒന്നും ഇല്ലാത്ത സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ടോ. അതുപോലെ ഈ ദോശയ്ക്ക് സൈഡ് ഡിഷ് ഒന്നും വേണ്ട, അങ്ങനത്തെ ഒരു ദോശയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. 3 ചുവന്ന മുളക്, 4 വെളുത്തുള്ളി, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, വേവിക്കാത്തതാണ് കേട്ടോ ഉരുളക്കിഴങ്ങ്. അതുപോലെ മുളക് എടുക്കുമ്പോൾ ഒരു ഇളം ചുടുവെള്ളത്തിൽ കുറച്ച് നേരം 5 മിനിറ്റൊക്കെ കുതിർത്തി വെച്ചിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഇതൊക്കെ നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 4 വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്. ഇത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഉരുളക്കിഴങ്ങിലുള്ള വെള്ളത്തിൽ തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ 3 മുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ മുളകിൻ്റെ എരിവ് അനുസരിച്ച് വേണം കേട്ടോ ഇതിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഫൈൻ അരിപ്പൊടി ചേർക്കാം, 1/4 കപ്പ് കടലമാവ്, 1/2 കപ്പ് ആവശ്യത്തിന് പുളിയുള്ള തൈര്, മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇത് ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്റർ അല്ല, അപ്പം അരയ്ക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല കട്ടിയുള്ള ബാറ്ററായിട്ട് ഇഡ്ഡലി മാവിൻ്റെ പാകത്തിന് അരച്ചെടുക്കുക. അരച്ച മാവ് ഒരു ബൗളിലേക്ക് ചേർക്കാം. ജാറിൽ കുറച്ച് വെള്ളം, 1 ടേബിൾ സ്പൂണിലും കുറവ് വെള്ളം ചേർത്ത് അത് നമുക്കിതിൽ മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതാണ് മാവിൻ്റെ പാകം. ഇത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ദോശയാണ് എന്നുള്ളത്. നമുക്കിത് ഇപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇപ്പം തന്നെ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കേണ്ടി വരും. 1/2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട. ഓൾറെഡി നമ്മൾ തൈര് ചേർത്താൽ നല്ല ക്രിസ്പി ആയിട്ട് ദോശ കിട്ടും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് നിങ്ങൾ അതനുസരിച്ച് ഉണ്ടാക്കിക്കോളൂ. ഞാൻ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂറായി. നമുക്ക് തുറക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കാം. നമുക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ട് കേട്ടോ, നമുക്ക് ചേർക്കാം. പിന്നെയും ഞാൻ പറയാം, ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പേര് ഇനി ചോദിക്കും ഇൻസ്റ്റൻറ്റ് ദോശ എന്നാണല്ലോ പറഞ്ഞതെന്നുള്ളത്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റും. റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട, അത് മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. നമുക്ക് ദോശ റെഡിയാക്കാം. കല്ലിലേക്ക് ലൈറ്റായിട്ട് എണ്ണ സ്പ്രെഡ് ചെയ്യാം. ഒരു സൈഡ് ആകുമ്പോൾ നമുക്ക് മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗം റെഡിയായി, നമുക്ക് മറിച്ചിടാം. ദോശ റെഡിയായി, നമുക്ക് എടുക്കാം. ഞാൻ ഇത് എത്ര ക്രിസ്പി ഉണ്ടെന്ന് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. അത്രയ്ക്കും ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. ദോശമാവ് ഇഡ്ഡലി മാവ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.